കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിന് വീഴ്ചയെന്ന റിപ്പോർട്ട്. റൂറൽ പോലീസ് അഡീഷണൽ എസ്.പി എം കൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് നടപടിക്ക് ശുപാർശ ചെയ്ത് എസ്.പി DIGക്ക് കൈമാറി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ഈ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ടത്. കോൺഗ്രസ് അടക്കം ഈ പോലീസിനെതിരെ പോലീസ് നോക്കി നിന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ പോലീസിന് വീഴ്ച പറ്റി എന്ന് പറയുന്നത്. ഏതു തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്? അഡീഷണൽ എസ് പി ആലുവ റൂറലിൻ്റെ അഡീഷണൽ എസ് പി ആയിട്ടുള്ള എം കൃഷ്ണനാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കൂത്താട്ടുകുളം രാഷ്ട്രീയ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായി അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് ആരോപിച്ചത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകാനായി DYSP അടക്കമുള്ള ആളുകൾ CPMനെ കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും പോലീസിന് അതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എം കൃഷ്ണൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസ് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല. മാത്രമല്ല, ഒരു വിഭാഗം രാഷ്ട്രീയ സംഘത്തെ സഹായിക്കുന്ന രീതിയിൽ പോലീസ് പെരുമാറി എന്നുള്ള നിലപാട് തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് എം കൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എം കൃഷ്ണൻ ആലുവ റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹം ഈ റിപ്പോർട്ട് DIGക്ക് കൈമാറിയിട്ടുണ്ട്. ഓരോ വീഴ്ചകളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ, അതായത് പിടിച്ചുമാറ്റേണ്ട സമയങ്ങളിൽ കൃത്യമായി പോലീസ് ഇടപെട്ടില്ല. മാത്രമല്ല, കൗൺസിലറെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത് ആളുകൾ സംഘടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരെ പിരിച്ചുവിടാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് ആ നടപടികൾ സ്വീകരിച്ചില്ല. ഒടുവിൽ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് എം കൃഷ്ണൻ്റെ കണ്ടെത്തലുകൾ. അതെല്ലാം റൂറൽ SP റിപ്പോർട്ടായി തന്നെ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടാണ് റൂറൽ SP DIGക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ ആരോപണം ഏറെക്കുറെ ശരിവയ്ക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ എം കൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. ശരി സഹിൻ.